ഓം ശാന്തി. ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അത്യാവശ്യത്തിലുള്ളതായിട്ടുള്ള ധനം എല്ലാവർക്കും ആവശ്യമാണ്. അത്യാവശ്യത്തിന് മാത്രം ധനം മതിയെന്ന് വിചാരിക്കുന്നവർക്ക് അത് മതിയാവും. എനിക്ക് സമൃദ്ധമായ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും നേടിയെടുക്കാം. എന്തുകൊണ്ടാണ് സിസ്റ്റർ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ധനം സമ്പാദിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ കളിയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് 100% വിശ്വാസത്തോടു കൂടിക്കൊണ്ട് ഭഗവാനിൽ പൂർണ്ണ സമർപ്പണത്തോടെ എന്ത് ഭഗവാൻ തരുന്നോ ആ സമ്പാദ്യത്തിൽ ഞാൻ സന്തോഷിച്ച് ജീവിക്കുന്നു എന്ന് കരുതിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാം. അത് ഒരു വലിയ വിഭാഗം ആളുകളുടെ വിശ്വാസമാണ്. അത്തരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഭഗവാന്റെ കൂടെ ജീവിക്കാൻ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ എന്നെല്ലാം വന്നിട്ടുണ്ടോ അതിനെല്ലാം എനിക്ക് ആവശ്യത്തിലധികം ധനമാവട്ടെ, സ്നേഹമാവട്ടെ, ആളുകളാവട്ടെ, ശക്തിയാവട്ടെ എല്ലാം തന്നുകൊണ്ട് ഭഗവാൻ കൂടെ നിൽക്കുന്നുണ്ട്. ആ ജീവിതത്തിൻ്റെ സുഖം നമുക്ക് വർണ്ണിക്കാനാവാത്ത സുഖമാണ്. ഒപ്പം നിങ്ങൾ കുടുംബത്തിലിരുന്നു കൊണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ഒരു ചെറിയ ടെക്നിക്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ നമ്മൾ പറയും ഒരു പൊടിക്ക് കൂടി ഉപ്പിട്ടോളൂ, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഉപ്പിട്ടോളൂ, ഒരു നുള്ളു ഉപ്പ് ചേർത്തോളൂ. പല ഭാഷ നമ്മുടെ മലയാളത്തിൽ തന്നെ പല നാട്ടിൽ പല വിധത്തിലല്ലേ പറയുക. ഏത് വിധത്തിൽ പറയുകയാണെങ്കിലും പറയും അതും കൂടി ഇട്ടാൽ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. മീൻസ് ഒരു കാര്യത്തിൽ ഉപ്പ് പെർഫെക്റ്റ് ആവുമ്പോൾ ആ ടേസ്റ്റ് പെർഫെക്റ്റ് ആവും. ടേസ്റ്റിന് വേണ്ടി മാത്രമാണോ ഉപ്പ് ഉപയോഗിക്കുന്നത്? അല്ല കേട്ടോ. ഉപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ തരുന്നുണ്ട്. ഉപ്പെടുത്തുകൊണ്ട് ചെറിയ മക്കൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കല്യാണപ്പുരയിൽ പോയി തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഒരു വീട്ടുകൂടലിന് പുറത്ത് പോയി തിരിച്ചു വന്നു, കുട്ടി അനാവശ്യമായി കരയാണ്. നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് കുട്ടിയെ എങ്ങനെ ഒഴിഞ്ഞ് കളയാറുണ്ട്. കാരണം ഉപ്പ് നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന സാധനമാണ്. എങ്ങനെയാണോ ഓരോ സാധനത്തിന്, തുളസി ഇല അതിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമാണ് തുളസി ഇല. മഞ്ഞൾ മുറിവിലിട്ട് നമ്മളത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആ മുറിവ് അങ്ങനെ ഒട്ടിയ പൊസിഷനിൽ, ചെറിയ മുറിവാണെങ്കിൽ അത് ഒട്ടിയ പോലെ തന്നെ അവിടെ നിൽക്കാറുണ്ട്. അഥവാ എനക്കാതെ നനയ്ക്കാതെ അത് കെട്ടിവെച്ചൊരു ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മുറിവ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന ഒരു ഔഷധ ഗുണമുണ്ട്, എനർജി ലെവലിലും അതിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഉപ്പിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. കുറച്ച് ഉപ്പിനെ നിങ്ങൾക്ക് മാധ്യമമാക്കി ഉപയോഗിച്ചുകൊണ്ട് മാനിഫെസ്റ്റേഷന് കുറച്ചുകൂടെ ഈസി ആക്കിക്കൊണ്ട് ധനത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഉപ്പ് കുറച്ചെടുത്ത് നമ്മൾ ഈ കാര്യം, ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉപ്പ് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ധനം കൊണ്ടുവരുമെന്നല്ല. രണ്ട് ഘടകങ്ങളാണ് ഇതിൽ മുഖ്യമായിട്ടുണ്ടാകാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു കയ്യിലൊരു സാധനം പിടിച്ചിട്ട് ആ സാധനത്തിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഇതുണ്ട്, ഈ സാധനത്തിലൂടെ ഇത് എനർജിയാണ് എനിക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കൈകളിലൊരു സാധനം, ധനം എന്ന് പറയുന്ന സാധനം, അത് സൂക്ഷ്മത്തിലുള്ള പോസിറ്റീവ് എനർജിയാണ് ധനത്തെ ആവാഹിച്ചു കൊണ്ടുവരിക. യാതൊരു സംശയവും അതിലില്ല. അതുകൊണ്ടാണ് ധനദേവതയെ ലക്ഷ്മി ദേവി എന്ന് വിളിക്കുന്നത്. ദേവി എന്ന് വെച്ചാൽ അർത്ഥം 16 കലാ സമ്പൂർണ്ണ, സർവഗുണ സമ്പന്ന, അഹിംസ പരമോധർമ്മ, മര്യാദ പുരുഷോത്തമ, സമ്പൂർണ്ണ നിർവികാരിയാകുന്ന അവസ്ഥയിലാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വസമ്പത്തും അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് സത്യയുഗം ഉണ്ടാകുന്നത്. അതേസമയം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ, ധനം നമ്മുടെ കയ്യിലൊരു സാധനമായി നമ്മൾ പിടിക്കും പോലെ, ആ പോസിറ്റീവ് എനർജീനെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് സഹായമായിട്ട് മാറും. നിങ്ങൾ കണ്ടിട്ടില്ലേ, വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് കടൽ തീരത്ത് പോയിട്ടൊന്ന് കാറ്റ് കൊള്ളുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഉപ്പുള്ള കാറ്റാണല്ലോ നമുക്ക് കടൽ തീരത്ത് കിട്ടുന്നത്. ആ കാറ്റ് കൊള്ളുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ള നെഗറ്റീവ് എനർജികളുടെ പ്രഭാവം കൊണ്ട് ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതും മാറിപ്പോവും. ഉപ്പ് നിറതായിരിക്കുന്ന കാറ്റിൻ്റെ തണുപ്പും ആ കടൽ വെള്ളത്തിൻ്റെ തണുപ്പും ഉപ്പിൻ്റെ സ്പർശനവും അനന്തമായ കണ്ണുകളുടെ ദൃശ്യവും ഇതെല്ലാം ചേരുമ്പോൾ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഇല്ലാതാവും. ശരീരത്തിൽ ക്ഷീണം കൊണ്ടുപോയിട്ട് ഇരുന്നിരിക്കുകയാണെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് കടൽത്തീരത്തിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ക്ഷീണം മാറാറുണ്ട്. അപ്പോൾ ഉപ്പിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷന് വേണ്ടിക്കൊണ്ട് നിങ്ങളെടുത്ത് ഉപ്പിനെ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നത്. ഇന്ന് അത് ഉപയോഗിച്ചുകൊണ്ടതായിട്ടുള്ള ചെറിയൊരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആ മെത്തേഡ് ആ മൊമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഉപ്പ് വെള്ളത്തിലിടുന്നതോ അതല്ലെങ്കിൽ
പഞ്ചസാരയും ഗ്രാമ്പും കൂടി ചെയ്തതായിട്ടുള്ള വിദ്യയോ അതല്ലാത്തുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദ്യ ചെയ്യുമ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ, അത് 369 മെത്തേഡ് ആവട്ടെ, എന്തും ആവട്ടെ, ആ ചെയ്യുന്ന സമയത്ത് 100% ആത്മാർത്ഥമായി ചെയ്യും. അതേസമയം ബാക്കിയുള്ള ദിവസത്തിലുള്ള ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാനിഫെസ്റ്റേഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു. ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ആ പ്രശ്നം, ഈ പ്രശ്നം, അതിൻ്റെ സങ്കടം, ഇതിൻ്റെ സങ്കടം, അവർ പറഞ്ഞ കാര്യം, ഇവർ പറഞ്ഞ കാര്യം, ഇങ്ങനെ സംഘർഷഭരിതമായ ഒരു ജീവിതത്തിൽ 23 മണിക്കൂറും ചിലവഴിച്ചിട്ട് അരമണിക്കൂർ സമയം മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതേയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാ കാര്യം, ഒരുപാട് പേരെന്നോട് സങ്കടം പറയാറുണ്ട്, സിസ്റ്റർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യത്തിനും ശരിയായി കിട്ടുന്നുണ്ട്, പക്ഷേ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട്, സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടിക്കൊണ്ട് ഞങ്ങൾ ശ്രമിക്കും, എന്താ സിസ്റ്റർ ഞങ്ങൾക്ക് അത് മാത്രം നടന്നു കിട്ടാത്തത്? നിങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം നിങ്ങൾ അനുഭവിക്കുന്നത് ഈ സമ്പത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അടിച്ചു തെളിക്കുകയായിരിക്കാം. ആ സമയത്തും അതെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടത്തിൻ്റെ ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ പ്രാക്ടിക്കലായിട്ട് ലൈഫിലേക്ക് വരാത്തത്. അതുകൊണ്ടാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം നിങ്ങൾക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ശരീരത്തിന് മാത്രമല്ല, മനസ്സിനെ എപ്പോഴാണോ മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ സമയത്തും, കർമ്മയോഗമാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ കുളിക്കുമ്പോഴും ഭഗവാന്റെ സ്മൃതിയിൽ കുളിക്കും. ആ വെള്ളം നമ്മുടെ മേലെ ഒഴിക്കുമ്പോൾ ഈശ്വരൻ്റെ കിരണങ്ങൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു, ഈ ജലം ശരീരത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈശ്വരൻ്റെ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ നിറയുന്ന സങ്കല്പിച്ച് കുളിക്കുമ്പോൾ, കുളിക്കുന്ന സമയത്ത് പോലും ഓട്ടോമാറ്റിക്കായി പോസിറ്റീവ് എനർജിയുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. ആഹാരം കഴിക്കുമ്പോൾ ഈശ്വരൻ തന്നതായിരിക്കുന്ന ഭഗവാന്റെ പ്രസാദം കഴിക്കുകയാണെന്ന് സങ്കല്പിക്കുമ്പോൾ അവിടെയും ഭഗവാന്റെ സ്മൃതിയായി. ആഹാരം ഉണ്ടാക്കുമ്പോൾ ഈശ്വരൻ്റെ സ്മൃതി ഇതിൽ കലരട്ടെ, എല്ലാവരുടെ മനസ്സും ശക്തമാവട്ടെ എന്ന് സങ്കല്പിക്കുമ്പോൾ ഭഗവാൻ തന്നതായിട്ടുള്ള പ്രസാദം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അവിടെയും ഭഗവാന്റെ ഓർമ്മയായി. ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൽ ഉണർന്നാൽ മുതൽ ഉറങ്ങും വരെയുള്ള എല്ലാ സമയത്തും ഈശ്വരൻ്റെ സാന്നിധ്യത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോകൂ, മെഡിറ്റേഷൻ പഠിക്കൂ, ഒരു ബ്രാഹ്മണ ജീവിതം അഥവാ ഒരു പ്യോർ ലൈഫ്, ഞങ്ങൾ ബ്രാഹ്മണ ജീവിതം എന്നാണ് പറയുക, ബ്രഹ്മകുമാരി ജീവിതം എന്നാണ് പറയുക, ഇതൊന്നും അല്ലെങ്കിൽ ഒരു പ്യോർ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മനസ്സിനെ ഈ സങ്കടത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും. മനസ്സ് മോചിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ വേഗത്തിൽ നടക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ആദ്യം ഞാൻ പ്രിഫർ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ആദ്യം ആവശ്യം നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ഈ ബന്ധനങ്ങളുടെ, ദുഃഖത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴി അത് നിങ്ങൾ തിരഞ്ഞെടുത്തേ പറ്റൂ. എങ്കിലേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ മെത്തേഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു നല്ല ക്ലീൻ ആയിരിക്കുന്ന ചില്ലിൻ്റെ ഒരു ചെറിയ പാത്രം എടുക്കുക. ഒരു ചെറിയ ബൗൾ നമ്മൾ പറയും, ഈ കറിയൊക്കെ വിളമ്പാൻ വേണ്ടി കൊണ്ട് ഇത്ര പോകുന്നൊരു കോപ്പ പോലത്തെ ഒരു പാത്രം കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കല്ലുപ്പ്, നല്ല ക്ലീൻ ആയിരിക്കുന്ന കല്ലുപ്പ് കുറച്ച് എടുക്കുക. ആ കല്ലുപ്പ് എടുത്ത ശേഷം ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഏത് സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത് നിശ്ചയിക്കണം. വരാൻ പോകുന്ന ഒരു മാസം സമയത്തോളം നിങ്ങൾ ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് ഇക്കാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സപ്പോസ് നിങ്ങൾ എവിടേക്കെങ്കിലും പോണ്ടി വരികയാണ് എങ്കിൽ വീണ്ടും വന്നിട്ട് ഒരു മാസം കണ്ടിന്യൂ ചെയ്തോളൂ. അതുവരെ ചെയ്ത റിസൾട്ട് ഇല്ലാതെയാവുന്നല്ല, പക്ഷേ കണ്ടിന്യൂറ്റിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യാൻ നിങ്ങളടുത്ത് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അതിൽ ഉപ്പ് എടുക്കണം. രണ്ടാമത് കല്ലുപ്പ് എടുത്താൽ മതി, പൊടിയുപ്പല്ല, കല്ലുപ്പ് തന്നെ എടുത്താൽ മതി. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കുളിച്ച് ശുദ്ധമായി മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ഭഗവാന് കത്തെഴുതി സമർപ്പിച്ച് മനസ്സിനെ ഫ്രീ ആക്കിയ ശേഷം മെഡിറ്റേഷൻ ചെയ്ത് മനസ്സ് ഞാനും ഈശ്വരനും മാത്രമായിക്കൊണ്ട് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾ ആ കല്ലുപ്പിനെ നിങ്ങളുടെ കയ്യിലെടുത്തേക്കാം. സാധിക്കുമെങ്കിൽ സൗത്ത് വെസ്റ്റ് ഡിറക്ഷനിലേക്ക്, തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക്, കന്നിമൂലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ, അതല്ലാത്തുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പടിഞ്ഞാറ് ദിശയിലേക്കെങ്കിലും തിരിഞ്ഞിരുന്നു കൊണ്ട് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതുകൊണ്ട് ആ രീതിയിൽ ഇരുന്നു കൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. അതെല്ലാം നിങ്ങൾക്ക് കാല് മടക്കിയിരിക്കാൻ സാധ്യമല്ല, കാല് താഴ്ത്തിക്കിട്ടിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇരിക്കുന്ന സമയത്ത് നിലത്ത് ചവിട്ടാതെ എന്തെങ്കിലും ഒരു സാധനം, ഒരു തുണിയെങ്കിലും വിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ചവിട്ടി വിരിച്ചിട്ട് അതിൽ ചവിട്ടിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്നും ചെയ്യേണ്ടത് നടു നിവർന്നിരിക്കണം.
മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഹൃദയം മുഴുവൻ ഭഗവാന്റെ സ്മൃതി നിറച്ച ശേഷം ആ ഉപ്പിനെ കയ്യിലെടുക്കുക. എന്നിട്ട് ആ ഉപ്പ് കയ്യിലെടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഉപ്പ് കയ്യിലെടുത്ത് ഈ 2 കൈകളിലുള്ളിലും ഇപ്പം നമുക്കൊരു വലിയ നിധി, ഒരു സമ്പത്ത് ഭഗവാൻ തന്നിരിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുകയാണ് എന്ന ഭാവം നമ്മൾ 2 കൈ കൊണ്ട് നീട്ടി വാങ്ങില്ലേ, അതേപോലെ ഉപ്പിനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മടിയിൽ ഉപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ നിങ്ങൾക്ക് പ്രയാസമില്ല പിടിച്ചിരിക്കാൻ സാധിക്കുമെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കാം. അറ്റ്ലീസ്റ്റ് 2 കൈകൾ കൊണ്ടും മടിയിൽ കൈ ഇങ്ങനെ വെച്ച് അതിൽ ഉപ്പ് വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഒരു 5-10 മിനിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ടെക്നിക്കാണ്. അതുകൊണ്ട് ഈ രീതിയിൽ കൈ പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ സങ്കല്പിക്കുക, പരമാത്മശക്തി ഭഗവാൻ തലയ്ക്ക് മേലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യ ഊർജമായി, ദിവ്യ നക്ഷത്രമായിക്കൊണ്ട് പരമാത്മസ്വരൂപമായിരിക്കുന്ന പ്രകാശസ്വരൂപം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ ഈശ്വരീയ ശക്തിയിൽ നിന്ന് വെള്ളി വെളിച്ചം പോലെ ഒരു വെള്ള വെളിച്ചം അത് നിങ്ങളിലേക്ക് നിറയുകയാണ്. പതിയെ പതിയെ അത് നിങ്ങളിലൂടെ ഉപ്പിലേക്ക്, കൈകളിലൂടെ ഈ ഉപ്പിലേക്ക് മുഴുവൻ വന്ന് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. ഉപ്പ് ക്രിസ്റ്റൽസ് എല്ലാം തന്നെ പ്രകാശത്തിൻ്റെ ക്രിസ്റ്റൽസ് ആവുന്ന പോലെ നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ആ പ്രകാശത്തിൽ നിന്ന് പതിയെ പതിയെ വരുന്നു. ഇത് ഈ ഉപ്പിൽ നിറഞ്ഞ് ഇത് ഈ കയ്യിലിരിക്കുന്ന സാധനം ആ ഉപ്പിൻ്റെ ഉള്ളിൽ എത്ര കഷ്ണങ്ങളുണ്ടോ, കണങ്ങളുണ്ടോ, അത് ഓരോന്നും ഓരോ ചെറിയ ചെറിയ പീസസ് ഉണ്ടായിരിക്കുമല്ലോ, എത്ര കഷ്ണങ്ങളുണ്ടോ അത്രയും നിങ്ങൾക്ക് വേണ്ട സമ്പത്തായിട്ട് നിറയുന്നതായി സങ്കല്പിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം അത് നിങ്ങളുടെ കയ്യിലായിട്ട് വന്നു ചേർന്നു. ഈ ഉപ്പിൻ്റെ ബൗളിരിക്കുന്നതിന് പകരം അത് എത്രയാണോ ആവശ്യമുള്ള ധനം അതാണ് കയ്യിലിരിക്കുന്നത്. ആ ഉപ്പ് ധനമായി മാറിക്കൊണ്ട് കയ്യിൽ അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ ഉപ്പിൻ്റെ ബൗൾ നമ്മുടെ കയ്യിലുണ്ടാകും, അതിന് വെയിറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ധനമായിട്ട് അത് മാറുന്നതായി സങ്കല്പിക്കുക. ഊർജ്ജം നിറഞ്ഞതായി സങ്കല്പിച്ചുകൊണ്ട് അത്രയും ഹാപ്പിയസ്റ്റ് ആയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉണ്ട്. ഇത് നിങ്ങൾ പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വീഡിയോന് രാത്രിയിൽ ലാസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയം ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന മെത്തേഡ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കമൻട്രി പോലെ പറഞ്ഞു തരാം. ആ സമയത്ത് നിങ്ങൾ ആ രീതിയിൽ വിഷ്വൽ ചെയ്യുക. ഇനി ഞാൻ പറയുന്നതല്ല നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് നല്ല ഹെൽത്താണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയി അതിനെ നന്നാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സമയത്ത് ഈ കമൻട്രി നിങ്ങൾ യൂസ് ചെയ്യേണ്ട. പകരം എന്ത് ചെയ്യണം, ആ ഒരു കാര്യത്തിന് ഇതിന് പകരം വെക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ ആ ഒരു കാര്യം മനസ്സിൽ വിഷ്വൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സങ്കല്പിക്കുക, ഞാൻ മനസ്സിൽ കാണുകയാണ് നിങ്ങൾ ഓരോരുത്തരും കുളിച്ച് ശുദ്ധമായി ഈശ്വരന് കത്തെഴുതി കഴിഞ്ഞു, മനസ്സിൻ്റെ ഭാരമെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇപ്പം ഞാനും എൻ്റെ ഈശ്വരനും മാത്രമായി, ഞാനും എൻ്റെ ഭഗവാനും മാത്രം പൂർണ്ണമായി ശുദ്ധമായിരിക്കുന്ന ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ ക്ലീൻ ആയിരിക്കുന്ന ചില്ലിൻ്റെ ബൗളിലെ ഉപ്പ് ഞാൻ എൻ്റെ കയ്യിലെടുത്തിരിക്കുകയാണ്, ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിഷ്വൽ ചെയ്യുകയാണ്, പരമാത്മാ എൻ്റെ സമീപത്ത് വന്നിരിക്കുകയാണ്. തലയ്ക്ക് മേലെ അതിസൂക്ഷ്മമായിരിക്കുന്നൊരു പ്രകാശ നക്ഷത്രമായിക്കൊണ്ട് ഈശ്വരൻ പ്രകാശിക്കുകയാണ്. ആ ഊർജം എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മാവായ എന്നിൽ നിറഞ്ഞ് ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ച് കൈകളിലൂടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഉപ്പിൽ നിറഞ്ഞ് പതിയെ പതിയെ ആ ഉപ്പിൻ്റെ ഓരോ കഷ്ണങ്ങളും പ്രകാശമായി മാറി ആ പ്രകാശം പൂർണ്ണമായി ധനമായി പരിവർത്തനാവുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കെട്ടുകണക്കിനതായിട്ടുള്ള ആവശ്യമുള്ളതായിട്ടുള്ള ധനം, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ച ശേഷം പോലും എനിക്ക് വീണ്ടും എൻ്റെ അലമാരിയിൽ വയ്ക്കാൻ, എൻ്റെ ബാങ്കിലിടാൻ ആ രീതിയുള്ളതായിട്ട് നിറഞ്ഞതായിട്ടുള്ള സമ്പത്തായി മാറുകയാണ്. സന്തോഷത്തോടെ ഈ ധനത്തെ അലമാരിയിൽ ലോക്കറിൽ വെച്ച ശേഷം ഞാൻ എൻ്റെ ബെഡിലേക്ക് തിരിച്ചെത്തുകയാണ്. വീണ്ടും ഞാൻ എൻ്റെ ബെഡിൽ കയ്യിലിരിക്കുകയാണ്. വീണ്ടും എൻ്റെ കയ്യിൽ ഉപ്പിൻ്റെ ബൗളുണ്ട്. ഞാൻ പതിയെ ഈ ഉപ്പിൻ്റെ ബൗളും കൊണ്ട് പതുക്കെ റൂമിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. എൻ്റെ സമ്പത്തിൻ്റെ തടസ്സങ്ങളെല്ലാം തന്നെ ഒരു വലിയ പൂട്ടിയ മുറി പോലെ ഞാൻ കാണുകയാണ്. ഈ ഉപ്പിൻ്റെ ബൗളും കൊണ്ട് ഞാൻ ആ പൂട്ടിയ മുറിയുടെ വാതിൽക്കലെത്തിയിരിക്കുന്നു. ഈ ഉപ്പ് ആ ലോക്ക് തുറക്കാനുള്ളതായിട്ടൊരു വിദ്യ പോലെ അവിടെ ചെല്ലുന്നു. ഈ ഉപ്പിൽ നിന്ന് ഒരു ഊർജം പ്രവഹിച്ച് അത് ലോക്ക് പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. പൂർണ്ണമായി ഞാൻ തുറക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നേടിയ ലോകത്തെത്തിയിരിക്കുകയാണ്. എനിക്ക് ആവശ്യത്തിനുള്ളതായിട്ടുള്ള ധനം വന്നു. ഒരു രൂപ പോലും കടമില്ലാത്ത നല്ല ബാങ്ക് ബാലൻസ് ഉള്ള അവസ്ഥയിലെത്തി. ഈശ്വരൻ്റെ അനുഗ്രഹമായിക്കൊണ്ട് എന്നെ ഈ ഒരു മാർഗത്തിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് പ്രകാശസ്വരൂപനായ ഭഗവാൻ ധർമ്മവും സത്യവും മാത്രം ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഊർജം പകർന്നുകൊണ്ട്
എൻ്റെ ജീവിതം ഈശ്വരീയ സേവനത്തിലൂടെ സഫലമാക്കാനുള്ള ഗൈഡൻസ് തന്നുകൊണ്ട് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഭഗവാന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. സമ്പത്ത് സമൃദ്ധമായി, നല്ല ആരോഗ്യം നേടിയെടുത്തു. എൻ്റെ അച്ഛനമ്മമാർ സന്തോഷത്തോടെ പറയുകയാണ്, ഞാൻ കേൾക്കുകയാണ്, എൻ്റെ മോൻ, എൻ്റെ കുട്ടി, അവൻ്റെ എല്ലാ സ്വപ്നം സഫലീകരിച്ചു. അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. സന്തോഷം കൊണ്ട് അവർ മതിമറന്ന് നിൽക്കുകയാണ്. എൻ്റെ മക്കൾ എന്നോട് പറയുകയാണ്, അച്ഛാ എനിക്കിപ്പോൾ നേടാത്തതായിട്ട് ഒന്നുമില്ല, അമ്മ എൻ്റെ എല്ലാ ജീവിതത്തിലെ സ്വപ്നം നേടിത്തന്നല്ലോ, താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുകയാണ്. ഞാനിതെല്ലാം കേട്ടിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഭഗവാനോട് നന്ദി പറയുകയാണ്. ഈശ്വര, അങ്ങ് എത്രമാത്രം കരുണാസാഗരനാണ്, അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, അങ്ങയുടെ ശക്തി എന്നെ എന്തുമാത്രം ഗൈഡ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ സഫലമാക്കിക്കൊണ്ട് നന്മയുടെ പാതയിൽ, ധർമ്മത്തിൻ്റെ പാതയിൽ, സത്യത്തിൻ്റെ പാതയിൽ എന്നും അങ്ങേക്കൊപ്പം ഉണ്ടാകും. എൻ്റെ ഈ സമൃദ്ധി, ഈ സന്തോഷം സദാ എൻ്റെ ജീവിതത്തിൽ കൂടെ വരണം. അങ്ങയോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. താങ്ക് യു ഗാഡ്, താങ്ക് യു ഗാഡ്, താങ്ക് യു ഗാഡ്, താങ്ക് യു ബാബ, താങ്ക് യു ബാബ, താങ്ക് യു ബാബ. ഓൾമൈറ്റി അതോറിറ്റിയായ സർവശക്തനായ അങ്ങയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ നന്ദി പറയുകയാണ്. ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുകയാണ്. ആനന്ദം എനിക്ക് നിയന്ത്രിക്കാനാവുന്നില്ല. ജീവിതത്തിൻ്റെ സഫലത, സുഖം എല്ലാം തന്ന ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ആനന്ദം നിറഞ്ഞ മുഹൂർത്തത്തിൽ ഞാനിരിക്കുകയാണ്. ഇത്രയും കഴിഞ്ഞ ശേഷം ഉപ്പിൻ്റെ ബൗളിനെ സാധിക്കുമെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഡിറക്ഷനിൽ, തെക്ക് കിഴക്ക് മൂലയിൽ, മുറിയിൽ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ വെക്കുക. അതല്ലാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കിടക്കുന്ന ബെഡിൽ തല വെക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ സ്റ്റൂളോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അത് കട്ടിൻ്റെ അടിയിലേക്ക് വെക്കരുത്, വേറെ ദൂരെ മാറ്റി വെക്കരുത്. കിടക്കുന്നതിൻ്റെ അടുത്തായിട്ട്, തലേണയുടെ കട്ടിലിന് തല വെക്കുന്ന ഭാഗത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നിങ്ങൾക്ക് വെക്കാം. ഒരു ചെറിയ സ്റ്റൂളിൻ്റെ മുകളിൽ ഈ ഉപ്പ് വെച്ചു. അങ്ങനെ ആനന്ദം നിറഞ്ഞതായിട്ടുള്ള മുഹൂർത്തത്തിൽ ഭഗവാന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് ഉറങ്ങുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞ് ചെയ്ത് നോക്ക്. നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. 7 ദിവസം ആകുമ്പോഴത്തേക്കും പ്രകടമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങും. 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്ക്. ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ കാര്യത്തെ മെത്തേഡിനെ സ്വന്തമാക്കണം. ഞാൻ എടുത്ത് പറയുകയാണ്, ജീവിതത്തിൽ ആ ഒരു ടെക്നിക്ക് ചെയ്യുന്ന സമയം മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും ഭഗവാന്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾ തുടങ്ങിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. മനസ്സ് സന്തോഷം നിറഞ്ഞതാവും. ആവശ്യത്തിനുള്ള ധനവും നല്ല ആരോഗ്യവും നല്ല കുടുംബവും നിങ്ങൾക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.